നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ. അങ്ങനെ ശ്രീദേവി ഉദയഭാനു ശ്രീകലയും കൂടെ സംസാരിക്കുകയാണ്. ആ സമയത്ത് ശ്രീദേവിയോട് ശ്രീകല പറഞ്ഞു, നീ പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും അവനോട് പറഞ്ഞില്ലേ ആനന്ദിനോട്? അതുകൊണ്ടല്ലേ നിന്റെ ജീവിതം ഇങ്ങനെയായി തീർന്നത്. നീ എന്തൊക്കെ കള്ളത്തരങ്ങൾ അവനോട് പറഞ്ഞു പിടിപ്പിച്ചേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രീദേവിക്ക് നല്ല ദേഷ്യമായി. അമ്മയെ തന്നെ ഇത് പറയണം. അല്ല, നിങ്ങൾ രണ്ടുപേരും ഒരു കള്ളത്തരം പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ പറഞ്ഞ കള്ളത്തരത്തിന്റെ ബാക്കിയായിട്ട് ഞാൻ പിടിച്ചു നിൽക്കാൻ വേണ്ടിയാ ആനന്ദേട്ടനോട് പലതും പറഞ്ഞേ. എന്നാലും എന്റെ ജീവിതം തീർത്ത നിങ്ങളാ. എന്നിട്ട് ഇപ്പൊ എന്റെ തലയിലേക്ക് കുറ്റം കെട്ടിവെക്കുന്നോ? ഇത് കേട്ടപ്പം ശ്രീകല പറഞ്ഞു, മോളെ ഞാനതല്ല. നിനക്ക് അന്ന് ആ ഹോട്ടലിൽ വെച്ച് കണ്ട സമയത്ത് ആനന്ദിനോട് ആ കാര്യങ്ങളൊക്കെ പറയേണ്ടതുണ്ടായിരുന്നോ? പിന്നെ ഞാൻ അപ്പോഴും കള്ളത്തരം തന്നെ പറയണായിരുന്നോ? അങ്ങനെയായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരിക്കൽ സത്യങ്ങളൊക്കെ മനസ്സിലായി കഴിയുമ്പോൾ ആനന്ദേട്ടൻ എന്നെ തീർത്ത് കളഞ്ഞാനും പിന്നെ ഞാൻ ജീവനോടെ ഈ ഭൂമിയെ കാണത്തില്ലായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ ഉദയഭാനു പറഞ്ഞു, മോളെ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. ഞങ്ങൾ പറയുന്ന പോലെ നീ അങ്ങോട്ട് അനുസരിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ തന്നെ ആനന്ദ് വിളിച്ചു കഴിഞ്ഞപ്പോ നീ എന്താ പറഞ്ഞത്? നീ പ്രഗ്നന്റ് അല്ലെന്നോ മറ്റോ പറഞ്ഞോ? അത് കേട്ടപ്പം ശ്രീദേവി പറഞ്ഞു, സത്യം അതല്ലേ? ശ്രീകല പറഞ്ഞു, എനിക്കറിയാം പ്രഗ്നന്റ് ആയരെ കണ്ടിട്ടുണ്ടെങ്കിൽ നീ ഗർഭിണിയാൻ തന്നെ എന്റെ വിശ്വാസം എന്ന് പറയാ. അമ്മേ, വെറുതെ വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. എത്ര വട്ടം പറഞ്ഞാലും നിങ്ങളുടെ തലയിലേക്ക് കയറില്ലേ? നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്നൊക്കെ ചോദിച്ചു ശ്രീദേവി ദേഷ്യപ്പെട്ട് അങ്ങ് എഴുന്നേറ്റ് പോയി. അപ്പോഴേക്ക് ഉദയഭാനു ശ്രീകലയോട് പറഞ്ഞു, ശ്രീകലെ ഇതിവിടം കൊണ്ടൊന്നും അവസാനിക്കും തോന്നില്ല. ദേവി മോൾ അങ്ങോട്ടേക്ക് പോകുന്ന ലക്ഷണം കാണുന്നില്ല. ആനന്ദ് വിളിക്കാനും വരുമെന്ന് തോന്നില്ല. ഇത് കേട്ടപ്പം ശ്രീകല പറഞ്ഞു, നിങ്ങൾ നോക്കിക്കോ, ആനന്ദ് ഇങ്ങോട്ടേക്ക് വരും. ആനന്ദിന് വരാതിരിക്കാൻ പറ്റില്ല. ഗോമതിയും ബാലനൊക്കെ നിർബന്ധിച്ച് കഴിയുമ്പം അവന് പിന്നെ വന്ന് വിളിച്ചോണ്ട് പോകാതിരിക്കാൻ പറ്റില്ല. കാരണം ചോദിക്കുമ്പോ അവൻ എന്തു പറയും? അല്ലെങ്കിൽ പിന്നെ അവൻ സത്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടതായിട്ട് വരും. അത് അവൻ പറയും തോന്നുന്നുണ്ടോ? ഉദയഭാനു പറഞ്ഞു, ഇങ്ങനെ ഈ നിലയ്ക്കാ പോകുന്നെങ്കിൽ ഉള്ള സത്യങ്ങളൊക്കെ അവൻ തുറന്നു പറയുമെന്ന് എനിക്ക് തോന്നേ. എനിക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവൾ ഇവിടെ നിന്നിട്ടുണ്ട് എങ്ങനെയാ കാര്യങ്ങളൊക്കെ ശരിയാന്നേ. എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞു വിടണമെന്ന് ഓർത്തോണ്ട് ഓരോ വഴികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുമ്പോ അവൾ ഓരോ വഴികളായിട്ട് അടച്ചോണ്ടിരിക്കുവല്ലേ. ശ്രീകല പറഞ്ഞു, ഇനിയിപ്പൊ എന്ത് ചെയ്യണമെന്ന് എനിക്ക് പോലും അറിയില്ല. എന്തെങ്കിലും പുതിയ മാർഗം കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ശ്രീകല അങ്ങോട്ട് കയറിപ്പോയി. അങ്ങനെ രാത്രിയായി. രാത്രി കഴിഞ്ഞപ്പോഴത്തേനും മിത്ര മുറിയിലേക്ക് വന്നു. ആ സമയത്ത് ആര്യൻ നിലത്ത് പായൊക്കെ വിരിച്ച് കിടക്കാൻ തുടങ്ങണം. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, എന്തിനാ ആര്യ ഈ നിലത്ത് കിടക്കണേ? ഈ ബെഡിൽ കയറി കിടന്നുകൂടെ? ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ആര്യൻ പറഞ്ഞു, ഏയ് വേണ്ട, ഞാൻ ഇവിടെ കിടന്നോളാം. നീ തന്നെ അവിടെ കിടന്നാ മതി എന്ന് പറയാം. എന്താ ആര്യ, എന്റെ കൂടെ കിടക്കാൻ ആര്യന് പേടിയുണ്ടോ? പേടി? എനിക്ക് പേടിയൊന്നുമില്ല. എങ്കിൽ പിന്നെ ഇവിടെ ബെഡിൽ കയറി കിടന്നുകൂടെ? അത് ശരിയാകത്തില്ല. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, മുമ്പ് അങ്ങനെ ആയിരുന്നില്ലോ, നമ്മൾ രണ്ടുപേരും കൂടെ എക്സാം എഴുതാൻ പോയ സമയത്ത് ഒരു ബെഡിലാണല്ലോ കിടന്നേ. അന്നൊരു കുഴപ്പമില്ലായിരുന്നല്ലോ. പിന്നെന്തിനാ ആരിനിപ്പം നിലത്തറയും കിടക്കണേ എന്ന് ചോദിച്ചു. അത് പിന്നെ അന്ന് അവിടെ നിലത്ത് കിടക്കാനായിട്ട് പായൊന്നും ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ടാ. ഓ, അതുകൊണ്ടാണല്ലേ? അപ്പൊ എന്റെ കൂടെ ബെഡിൽ കയറി കിടക്കാൻ ആരിനും മടിയാ. എന്നൊരു കാര്യം ചെയ്യാം, ഞാന് തറയിൽ കിടന്നോളാം, ആരും ബെഡിൽ കിടന്നോളാൻ പറഞ്ഞു. അത് വേണ്ടാന്ന് പറയാ. ആര്യ, നീ പകല് മുഴുവൻ ജോലി ചെയ്ത് വന്നിട്ട് ഈ തറയിൽ കിടക്കേണ്ട കാര്യമുണ്ടോ? അതിന്റെ ആവശ്യമില്ലാത്തോണ്ടാ. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് മിത്രയ്ക്ക് മനസ്സിലായി ആര്യന് ബെഡിൽ കയറി കിടക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേങ്കില് ഇനിയിപ്പൊ താൻ എന്തേലും പറയുമോ എന്നൊരു ചിന്തയൊക്കെ ആളുടെ മനസ്സിലുണ്ട്. പക്ഷേങ്കില് അന്ന് ആ ഹോട്ടൽ റൂമിൽ വെച്ച് തന്റെ നെറ്റിയിൽ ഉമ്മ വെച്ചതാണ് ആര്യൻ. അത് താൻ അറിഞ്ഞതുമാണ്. അങ്ങനെ ഇതങ്ങോട്ട് വെറുതെ വിട്ടുകൊടുക്കാൻ പറ്റില്ലോ എന്നും മിത്ര ചിന്തിച്ചു. പിന്നീട് മിത്ര ആര്യനോട് പറഞ്ഞു, അല്ല, അന്ന് നമ്മൾ രണ്ടും ഒരുമിച്ച് കിടന്ന സമയത്ത് ആര്യൻ എന്റെ നെറ്റിയിൽ ഉമ്മ വെച്ചില്ലേന്ന് ചോദിച്ചു. ഞാനോ? ഞാനും ഉമ്മ വെച്ചിട്ടൊന്നുമില്ല. പിന്നെ കള്ളത്തരം പറയരുത്. എനിക്ക് തോന്നിയായിരുന്നല്ലോ എന്റെ നെറ്റിയിൽ ഉമ്മ കിട്ടിയതായിട്ട്. അത് പിന്നെ നിനക്ക് തോന്നിയതായിരിക്കും. ഉറക്കത്തിൽ നിനക്ക് വെറുതെ തോന്നിയതാ, അല്ലാതെ അതിനകത്തൊന്നും ഒരു കഥയില്ല എന്ന് പറഞ്ഞിട്ട് ആന്യം കൂടെ പെട്ടെന്ന് തിരിഞ്ഞു കിടന്നു. മിത്രയ്ക്ക് മനസ്സിലായി തന്റെ മുന്നിൽ കള്ളത്തരം പറയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ എന്ന് വിചാരിച്ചു. കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേനും ആന്യ കിടന്ന് പതുക്കെ ഇത് മയങ്ങുവാണ്. ആ സമയത്ത് മിത്ര എന്ത് ചെയ്തു? ആന്റെ നെറ്റിയിൽ ഒരു ഉമ്മ വെച്ചിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടി ചാടിക്കറി കട്ടിലേലിരുന്നു. അപ്പോഴേക്കും ആര്യം പെട്ടെന്ന് കണ്ണു തുറന്നു. ചുറ്റും നോക്കുവാണ്. തന്റെ നെറ്റിയിൽ ഒരു ഉമ്മ കിട്ടിയതുപോലെ തോന്നുന്നുണ്ട്. അപ്പോഴേക്കും നോക്കിയപ്പം മിത്ര അവിടെ ബെഡിൽ ഇരിക്കുന്നുണ്ട്. ആ സമയം ആര്യം ചോദിച്ചു, മിത്രേ, നീ എന്നെ ഉമ്മ വെച്ചോന്ന് ചോദിക്കോ? ഞാനോ? ഞാനെന്തിനാ ആരിനെ ഉമ്മ വെക്കണം? കള്ളത്തരം പറയരുത്. പിന്നെ ഞാൻ കള്ളത്തരം ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാണ്. ആരിന് വെറുതെ തോന്നിയതായിരിക്കും, ചിലപ്പോ സ്വപ്നം കണ്ടതായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ആരിന് മനസ്സിലായി ഇവിടെ തനിക്കിട്ട് തിരിച്ചു പണി തന്നാന്ന്. ഈ സമയത്ത് മിത്ര അതൊന്നും നോക്കാതെ പെട്ടെന്ന് കയറി കട്ടിലേക്ക് കയറി കടന്നു. ആരിനറിയാം മിത്രയ്ക്ക് തന്നെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ്
ഒരു പക്ഷെ അവൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും താൻ അവളോടൊപ്പം അവിടെ കയറി കിടക്കണമെന്ന്. താൻ തന്നെ ഇങ്ങനെ തറയിൽ കിടക്കുന്ന കാണുമ്പോൾ അവൾക്ക് വിഷമമുണ്ട്. കാരണം തറയ്ക്ക് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ അല്ലേ, ജോലി ചെയ്ത് മടുത്തു വരുന്നല്ലേ. വേണ്ട, തൽക്കാലത്തേക്ക് ഇവിടെ തന്നെ കിടക്കാം, അവളുടെ പഠിത്തവും കാര്യങ്ങളെല്ലാം കഴിയട്ടെ, അവൾക്കൊരു ജോലി കിട്ടട്ടെ എന്നൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. ഒരു കാരണവശാലും അതിനു മുമ്പ് അവളോടൊപ്പം താനൊരു ജീവിതം തുടങ്ങണ്ട, അവളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാവട്ടെ എന്നൊക്കെ ആരും ചിന്തിച്ചു. ഇതേ സമയത്ത് ബാലനും ഗോമതിയും കൂടെ സംസാരിക്കണ സമയത്ത് ഗോമതി ബാലനോട് പറഞ്ഞു, ദേവമോളെ എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ട് വരണം, അല്ലെങ്കിലും അവൾ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാവും തോന്നില്ല, അവൾ അവിടുത്തെ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് തോന്നേ. ഇന്ന് വീഡിയോ കോൾ വിളിച്ച സമയത്ത് അവളാണെങ്കിലോ അവിടെ ഭയങ്കര ജോലിയും കാര്യങ്ങളൊക്കെയാ. ഇത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു, അതെന്താ ഗോമതി നീ അങ്ങനെ പറഞ്ഞേ? അത് ബാലേട്ടാ, അവൾക്ക് അവിടെ നല്ല പണിയുണ്ടെന്ന് തോന്നേ, അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള ചിന്തയൊന്നും അവൾക്കില്ലാന്ന് പറയണം. അത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു, അതെങ്ങനെയാ? ദേവിയുടെ അമ്മ ഒരുത്തിയുണ്ടല്ലോ, അവർക്ക് ഇതിലൊന്നും ഒരു ശ്രദ്ധയില്ല. അല്ലെങ്കിലും അവിടെ നിർത്തുന്ന അത്ര സേഫാന്ന് തോന്നില്ല, അവളുടെ വയറ്റൊരു കുഞ്ഞുള്ളതല്ലേ, ആ ചുറ്റുപാടും അതൊന്നും അവൾക്ക് അത്ര സേഫ് അല്ലാന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ഗോമതി ചോദിച്ചു, അതെന്താ ബാലേട്ട അങ്ങനെ പറയുന്നേ? അത് അവളുടെ സ്വന്തം വീടല്ലേ, അവിടെ അവളുടെ അമ്മയും അച്ഛനും ഒക്കെ അല്ലേ ഉള്ളത്. അത് കേട്ടപ്പോ ബാലനൊന്ന് ഞെട്ടി. പെട്ടെന്ന് ബാലൻ പറഞ്ഞു, അതല്ല, ദേവി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നത് നല്ലത്, അവിടെ ആകുമ്പോ നീയല്ലേ പറഞ്ഞേ അവൾക്ക് നല്ല ജോലിയാന്ന്. ചിലപ്പം ശ്രീകല അവളുടെ കാര്യങ്ങൾ പോലും ശരിക്കും നേരെ ചൊവ്വേ നോക്കുന്നുണ്ടായിരിക്കില്ല. നമ്മുടെ ആനന്ദിന്റെ കുഞ്ഞിനെ രക്ഷിക്കാന്നുള്ള നമ്മുടെ ഉത്തരവാദിത്തമല്ലേ, അവിടെ കിടന്ന് ജോലിയൊക്കെ ചെയ്ത് അവളുടെ വയറ്റിൽ വളർന്ന് കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാലോ? ഓ അങ്ങനെയാണല്ലേ, ഞാൻ കരുതി ഇനി എന്തായിരിക്കുമെന്ന്. അതാ പാലേട്ട പറഞ്ഞേ. അവനോട് പറയണം, ആനന്ദിനോട് എത്രയും പെട്ടെന്ന് തന്നെ ദേവമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിട്ട്. അവളിവിടെ ഒന്ന് നിൽക്കണം, ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഇല്ലേ അവളെ നോക്കാനായിട്ട്. പ്രത്യേകിച്ച് ഒരു ജോലിയൊന്നും അവൾക്ക് ഇവിടെ ചെയ്യേണ്ടതില്ല, ഞാനും മീനാക്ഷിയും ഇത്രയൊക്കെ ഉണ്ട്, പിന്നെ ഈ കുടുംബത്തിലേക്ക് വരാൻ പോകുന്ന ആദ്യത്തെ കൺമണിയല്ലേ ബാലേട്ട. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഗോമതി ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. ബാലൻ പറഞ്ഞു, ആനന്ദിനോട് പറ കൂട്ടിക്കൊണ്ട് വരാന്ന്. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, അമ്മ പറഞ്ഞേ ഒരു ജോഡിസിനെ കണ്ട് നല്ലൊരു മുഹൂർത്തം നോക്കിയിട്ട് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നാൽ മതിയെന്നാ. ഇത് കേട്ടപ്പോ ബാലൻ ചോദിച്ചു, അല്ല ഇന്ദിരാമ്മയോട് നീ കാര്യങ്ങളൊക്കെ പറഞ്ഞോ? ഞാൻ പറഞ്ഞു, അമ്മയ്ക്കും ഭയങ്കര സന്തോഷാ, അമ്മ ഒരു മുതുമുത്തശ്ശി ആവാൻ പോവല്ലേ, അതിന്റെ ഒരു സന്തോഷം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും ബാലനും ഗോമതിയൊക്കെ ആനന്ദിനോട് സംസാരിക്കുകയാണ്. ആനന്ദിനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ, എത്രയും പെട്ടെന്ന് തന്നെ ദേവീനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞു. പിന്നീട് ഗോമതി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്നൊരു ജോഡിസിനെ പോയി കാണാം, പോയി കണ്ടൊരു നല്ലൊരു മുഹൂർത്തം എടുത്തിട്ട് അവളെ നീ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആനന്ദ് പറഞ്ഞു, അല്ല അത് പെട്ടെന്ന് വേണോമെന്ന് ചോദിച്ചു. അതെന്താ? അല്ല അവൾക്ക് ആഗ്രഹമില്ല അവളുടെ വീട്ടിൽ നിൽക്കണമെന്ന്. അങ്ങനെയാണ് കുറച്ച് ദിവസം കൂടെ അവളുടെ വീട്ടിൽ നിൽക്കട്ടെ. എടാ നീ ഇതെന്ത് വർത്താനോ പറയണേ? അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും നോട്ടമൊന്നും അവൾക്ക് കിട്ടത്തില്ല, അവളുടെ അമ്മയും അച്ഛനൊന്നും അവള് ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നില്ല, അവർക്ക് ഓരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ അല്ലേ. ഇവിടെയാണെങ്കിൽ പിന്നെ ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ, ഞങ്ങൾ വെറുതെ വീട്ടിൽ ഇരിക്കുമല്ലേ, ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞു. ആനന്ദ് പറഞ്ഞു, അത് പിന്നെ അമ്മേ. അപ്പോഴേക്കും ബാലൻ ചോദിച്ചു, നിനക്കെന്താടാ അവളെ കൂട്ടിക്കൊണ്ട് വരുന്ന കാര്യം പറഞ്ഞപ്പോ ഇത്ര ബുദ്ധിമുട്ട്? അതൊന്നും ഇല്ലച്ചാ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ, ഗോമതി പറയുന്ന പോലെ ഒരു ജോസിനെ പോയി കണ്ട് മുഹൂർത്തം നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ നോക്ക്. ആനന്ദ് ആകെപ്പാടെ വെട്ടിലായി, കൂട്ടിക്കൊണ്ട് വരാനും പറ്റില്ല, വരാതിരിക്കാനും പറ്റില്ല. അവള് പ്രഗ്നന്റ് അല്ലാന്ന കാര്യമൊക്കെ ഈ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ എന്ത് വിചാരിക്കും? ദൈവമേ, ഇനിയിപ്പോ എത്ര നാളെ തനിക്ക് ഈ ചതി ഇവരോട് ഒളിപ്പിച്ചു വെക്കാണ്ട് പറ്റും? കൂട്ടിക്കൊണ്ടു വന്നാലും അവളുടെ വയറ് വളരണമല്ലോ. അവള് പ്രഗ്നന്റ് അല്ലാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താനും അതിന് കൂട്ടുനിന്നാവും. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ആനന്ദ് മുറിയിലേക്ക് പോയി. ആ സമയത്ത് മീനാക്ഷി മിത്രയോട് പറഞ്ഞു, മിത്രേ നീ ശ്രദ്ധിച്ചോ, ആനന്ദേണ്ട മുഖത്തൊരു സന്തോഷം കാണുന്നില്ല, ദേവിയെടുത്ത് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞിട്ട്. അത് കേട്ടപ്പോൾ മിത്ര പറഞ്ഞു, ഞാനും അത് ശ്രദ്ധിച്ചായിരുന്നു. സാധാരണഗതിയിൽ ആനന്ദേട്ടന് പെട്ടെന്ന് പോകണ്ടല്ലേ, അവിടെ ചെന്ന് ദേവി ചേച്ചിയെ കാണുകയൊക്കെ ചെയ്യേണ്ടല്ലേ, പക്ഷെ ഇതുവരെയായിട്ടും ഒന്ന് കാണാൻ പോലും പോയില്ലല്ലോ. മീനാക്ഷി ചിലപ്പം കൂട്ടിക്കൊണ്ട് വരണമല്ലോ, അപ്പൊ പോകാന്ന് കരുതിയിട്ടായിരിക്കും, പിന്നെ നമ്മളൊക്കെ ആനന്ദേട്ടനെ കളിയാക്കിയോളെന്ന് വിചാരിച്ചിട്ടായിരിക്കും ആള് പോവാത്തേന്ന് പറഞ്ഞു. മിത്ര പറഞ്ഞു, അതൊന്നും അല്ല, അവർ തമ്മിൽ എന്തോ സൗന്ദര്യപ്പണക്കം ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ശ്രീദേവിയടുത്ത് ആണെങ്കിലും ആനന്ദേട്ടനെ ഇടയ്ക്ക് വിളിക്കുന്നതല്ലേ, ഇപ്പൊ വിളിക്കുന്നത് കാണുന്ന പോലും ഇല്ലോന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ മനസ്സിലും ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതേ സമയത്ത് സുകന്യ ധർമ്മനെയും കൂട്ടിയിട്ട് ഷോപ്പിങ്ങിന് പോവാണ്. അപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഷോപ്പിങ്ങിന് പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങുവാണ്. അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ധർമ്മന്റെ കണ്ണു തള്ളി. ദൈവമേ, ഇത്രയും വില കൊടുത്ത് ഈ സാധനങ്ങളൊക്കെ വാങ്ങേണ്ട കാര്യമുണ്ടോന്ന്. പിന്നെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് കയറി സുകന്യക്ക് ആവശ്യമുള്ള കുറെ ഡ്രസ്സുകളൊക്കെ എടുത്തു. അതിനുശേഷം
ധർമ്മനോട് ഡ്രസ്സ് എടുക്കുവാണ്. ആ സമയത്ത് ധർമ്മം പറഞ്ഞു എനിക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞു. പക്ഷേ എങ്കിൽ സുകന്യ പറഞ്ഞു വേണമെന്നും പറഞ്ഞിട്ട് 3/4 കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ ധർമ്മം ചോദിച്ചു ഇതൊക്കെ ആർക്കാ? ഇതൊക്കെ ധർമ്മേട്ടന്. എനിക്കോ? ഇതൊന്നും ഞാൻ ഇടുന്നില്ല എന്ന് പറയണ. അതൊക്കെ ഇടണം. നമ്മൾ ഹണിമൂൺ ട്രിപ്പ് വന്നിരിക്കുവല്ലേ, അല്ലാതെ പാൻറ്റും വലിച്ചു കയറ്റിട്ടോണ്ടല്ല വരുന്നേന്ന് പറഞ്ഞു. അങ്ങനെ കുറെ സാധനങ്ങളും മേടിച്ചു. ബില്ല് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മന്റെ കണ്ണ് തള്ളിപ്പോയി. നല്ലൊരു എമൗണ്ട് തന്നെ ബില്ലായിട്ടുണ്ടായിരുന്നു. എന്റെ ദൈവമേ, കല്യാണത്തിന് പോലും താന് ഇത്ര പൈസയുടെ തുണി എടുത്തിട്ടില്ല എന്നൊരു ചിന്തയൊക്കെ ബാലനും അല്ല എന്നൊരു ചിന്തയൊക്കെ ധർമ്മന്റെ മനസ്സിലേക്ക് വന്നു. ഇത്രയ്ക്കൊക്കെ വിലയുടെ ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നോ എന്നൊരു ചിന്തയായിരുന്നു ധർമ്മന്റെ മനസ്സിൽ. ദൈവമേ, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ 3-4 ദിവസം ഹണിമൂൺ ട്രിപ്പ് കഴിയുമ്പോഴത്തേനും ദേവമംഗലം വിൽക്കേണ്ട വരുന്ന ഒരു ഗതികേടിലേക്ക് വരുമല്ലോ. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, എന്തേലും ചെയ്യണം എന്നൊക്കെ ധർമ്മം മനസ്സ് വിചാരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നതാണ്.